ശശി തരൂർ MP സംഘിയാണോ അതോ BJP അനുഭാവിയാണോ? ഈ കോൺഗ്രസിന് തരൂരിന് താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? ചോദ്യം പ്രേക്ഷകരോട് തന്നെ. എന്ത് തോന്നുന്നു? ശശി തരൂർ BJPയുടെ സൂപ്പർ വക്താവാവുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് പറയുന്നത്. BJP നേതാക്കൾ പോലും പറയാത്ത കാര്യങ്ങളാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ശശി തരൂർ പറയുന്നതെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ടും BJP സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് തരൂർ തുടരുകയാണ് എന്നും ഉദിത് രാജ് പറയുന്നു. കൂടാതെ വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തും മുൻപ് ശശി തരൂരിനെ വിദേശകാര്യമന്ത്രിയോ BJP വക്താവോ ആക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇങ്ങനെയൊക്കെ ഉദിത് രാജ് പറയാൻ കാരണം എന്താണ് എന്നറിയാമോ? പാനമയിലെ ഇന്ത്യൻ എംബസിയിൽ തരൂർ നടത്തിയ പരാമർശങ്ങളാണ്. We said we will, if you hit us, we will hit you back and we will hit you back harder. And we did. They sent us drones, missiles. Our air defenses blocked them and we hit very precisely 11 military targets on the night of the 9th and 10th of May. You can see satellite pictures. This is the message we are giving. We are explaining what happened. We are seeking sympathetic understanding, but we are saying we are not going to tolerate anymore. If it happens again, there will be worse to come. And that warning we give in advance so that people understand. I repeat, we do not want war. Our actions were not the first salvo intended for a long drawn-out conflict. We just want to be left alone. We want to grow, develop, look after the well-being of our people. We are saying to Pakistan and to the people who run that country, you leave us alone, we'll leave you alone. But you strike us, be prepared that we will strike back. That is the message with those words. ഈ പ്രസംഗത്തിൽ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് തോന്നിയോ? എന്താണ് അഭിപ്രായം? പാനമയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ എന്തിനാണ് തരൂരിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? പാകിസ്ഥാന്റെ ഭീകരബന്ധം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനാണ് 7 സർവകക്ഷി സംഘങ്ങളുടെ 33 രാജ്യങ്ങളിലേക്കുള്ള യാത്ര. അതിൽ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് പോലും ശശി തരൂരാണ്. NDA നേതാക്കൾ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടിയിലെ അടക്കം അംഗങ്ങളും ഈ സർവകക്ഷി സംഘങ്ങളിലുണ്ട്. എന്തിന് കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസും ET മുഹമ്മദ് ബഷീറും വരെയുണ്ട്. പക്ഷേ തരൂരിന് നേരെ മാത്രമാണ് ഈ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം. ഓരോ രാജ്യങ്ങളിലും പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ടീം ലീഡർ എന്ന നിലയ്ക്ക് ശശി തരൂരിന് രാജ്യ താൽപര്യം മുൻനിർത്തി ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ സംസാരിച്ചേ തീരൂ. ഇതാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ നിരന്തരമായ മോദി സ്തുതിയിൽ തരൂരിനെ തള്ളണോ കൊല്ലണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ നടപടിയിലൂടെ ശശി തരൂരിന് രക്തസാക്ഷി പരിവേഷം നൽകേണ്ട എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. ഇത്തരത്തിൽ ഭിന്നത ഉണ്ടെന്നിരിക്കെ തരൂരിന്റെ മോദി അനുകൂല നിലപാട് തുറന്നുകാട്ടി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. അതേസമയം തരൂരിന് പിന്തുണയുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. MPമാർ വിദേശത്ത് പോയി രാജ്യത്തിനും പ്രധാനമന്ത്രിക്കും എതിരെയാണോ സംസാരിക്കേണ്ടത് എന്നാണ് കോൺഗ്രസിനോട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിക്കുന്നത്. ശശി തരൂർ എന്ന വ്യക്തിയെ പരിഹസിക്കുന്നവരോട്, പുച്ഛിക്കുന്നവരോട് വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല തരൂർ. ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്യുന്ന അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചിരുന്നു തരൂർ. കോഫി അന്നന് ശേഷം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് കേന്ദ്രത്തിന്റെ പിന്തുണയോടെ മത്സരിച്ചിരുന്നു. എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, മികച്ച പ്രാസംഗികൻ. അതിലുപരി 2009 മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാംഗം. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ശശി തരൂർ എന്ന്? ഇനി എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനോട് അല്ല, വിമർശകരോട്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ തെരഞ്ഞെടുത്ത MPമാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് വിട്ടത് രാഷ്ട്രീയം പറയാനല്ല, രാഷ്ട്രത്തിന്റെ നിലപാട് പറയാനാണ്. അതുകൊണ്ട് തരൂരിനെ തള്ളണോ കൊല്ലണോ എന്നുള്ളതിൽ തീരുമാനം എന്ത് വേണോ എടുക്കാം. പക്ഷേ കൈവിട്ടാൽ തരൂരിന് മുന്നിൽ മറ്റ് സാധ്യതകളുണ്ട്. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും.